ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കലണ്ടറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കുട്ടി കലണ്ടർ, അതായത് നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുട്ടി കലണ്ടറാണ്. അതിനൊരു കുഞ്ഞ് സ്റ്റാൻഡും ഉണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്കായാലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കലണ്ടറാണ് കേട്ടോ. അപ്പം ഞാനിതിൽ കുട്ടി കുട്ടി പെയിൻറ്റിങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിന് ഓൾട്ടർനേറ്റീവായിട്ട് കാർട്ടൂൺസ് വരയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പിക്ചേഴ്സ് ഒട്ടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതിന് വേണ്ടി അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാട്ടർ കളർ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പോസ്റ്റ് കാർഡിൻ്റെ കട്ടിയെങ്കിലും ഉള്ള പേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഞാനിവിടെ സ്കെയിൽ കൊണ്ട് ഒരു ചെറിയ പോർഷൻ വിടുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ ഞാൻ 7 റോസും 7 കോളംസും വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങളുടെ പേപ്പറിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം ഞാൻ അതുപോലത്തെ 6 കാർഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 6 കാർഡിൽ ഓരോ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ടും നമുക്ക് 12 മാസങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് പെയിൻറ്റിങ് വരുന്നതെങ്കിൽ ബാക്ക് സൈഡിൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും പെയിൻറ്റിങ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യത്തെ കാർഡിൽ ഞാൻ ലെഫ്റ്റ് പോർഷനിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നമ്പർ 2 റൗണ്ട് ബ്രഷാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് റെഡും ഓറഞ്ചും ആണ്. ഞാനിവിടെ 2 കളറും, അതായത് ഓറഞ്ചും യെല്ലോയിലും ഒരേപോലെ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ടാണ് ഇതേമാതിരി സിംഗിൾ സ്ട്രോക്കായിട്ട് ഈ ഇല പോലെ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ കാർഡ് വരയ്ക്കാം. അപ്പോൾ രണ്ടാമത്തെ കാർഡിൽ ഞാൻ കുറച്ച് ബലൂൺസാണ് വരയ്ക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ 2 കളേഴ്സും ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യെല്ലോയിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. വൺസ് ഈ ബലൂണൊക്കെ ഉണങ്ങിയതിന് ശേഷം ഞാൻ സെക്കൻഡ് ലെയർ പോലെ ചെയ്യുന്നത് ഈ കളേഴ്സ്, അതായത് റെഡും ഓറഞ്ചും യെല്ലോ ഒക്കെ ഡാർക്ക് കളേഴ്സായിട്ട് വൈറ്റൊന്നും ചേർക്കാതെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് വരയ്ക്കാൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ആ ഷേപ്പ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത കാർഡിലും സിമിലർ ടെക്നിക്ക് തന്നെ, ഒരു 1 സ്ട്രോക്ക് പെയിൻറ്റിങ് പോലെ തന്നെ 2 കളറുള്ള ഫ്ലവേഴ്സാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വയലറ്റും അതുപോലെ വൈറ്റ് കളറും ഒരേപോലെ ബ്രഷിൽ ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് പെറ്റൽസ് പോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ 2 ഷെയ്ഡ് നമുക്ക് ഓരോ പെറ്റൽസിലും കാണാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ കളറ് ഒരു പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. സെയിം പ്രൊസീജിയർ തന്നെ, വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് പെറ്റൽസ് പോലെ വരച്ചു കൊടുക്കുക. ഈ കാർഡ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മുടെ റെയിൻബോ കളേഴ്സ് ഉണ്ടല്ലോ, ആ റെയിൻബോ കളേഴ്സ് 7 കളേഴ്സും ജസ്റ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന പോലെ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ടാലൻ്റൊന്നും വേണ്ട, ആർക്കായാലും ചെയ്യാവുന്നതാണ്. ഇത് കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ആക്രിലിക് പെയിൻറ്റിൻ്റെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സ്കെച്ച് പെൻ വെച്ചാലും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓയിൽ പാസൽസോ അല്ലെങ്കിൽ ക്രയോൺസോ എന്ത് വെച്ചാലും ഇതേ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി അടുത്ത കാർഡിൽ നമുക്ക് നാരങ്ങ പകുതിയായി മുറിച്ചിട്ടുള്ളൊരു
ഒരു ഇമേജാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച്, അതുപോലെ ലെമൺ യെല്ലോ, അതേപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പെയിൻറ്റ് മാത്രം എടുത്താൽ മതി. ഒട്ടും വെള്ളം ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു നാരങ്ങയുടെ ഒരു ഉൾഭാഗം വരയ്ക്കുമ്പോൾ ആ ഒരു വൈറ്റ് പാച്ചസ് പോലെയുള്ളത് കീപ്പ് ചെയ്താൽ മതി. നമ്മൾ കളർ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യേണ്ട, അവിടെ ഇവിടെയൊക്കെ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു വൈറ്റ് കളർ നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഈ 3 കളറും അതുപോലെ ചെയ്താൽ മതി. ഇത് വരയ്ക്കാൻ ചെറിയ റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്താൽ മതി. നമ്പർ 2 ബ്രഷാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ കുറച്ച് വാട്ടർമെലോണിൻ്റെ സ്ലൈസസ് ആണ് വരയ്ക്കുന്നത്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ബ്രഷിൽ കളർ ലോഡ് ചെയ്യുക, വെള്ളം ചേർത്തിട്ടേ ഇല്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് പാച്ചസ് കാണും, അതങ്ങനെ തന്നെ ലീവ് ചെയ്യുക. അതേപോലെ ഈ വാട്ടർമെലോണിൻ്റെ താഴത്തെ ഭാഗത്ത് ഞാനൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്, ഇത് ആർക്കായാലും ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ചെറിയൊരു തിൻ ബ്രഷ് കൊണ്ട് ജസ്റ്റ് അതിൻ്റെ സീഡ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതിൽ ഞാനൊരു സൺഫ്ലവറാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഇതേമാതിരി ഒരു ടങ് ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൺഫ്ലവറിൻ്റെ പകുതി പോർഷനാണ് വരയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ടങ് ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ബ്രഷ് ആയാലും യൂസ് ചെയ്യാം. ടങ് ബ്രഷ് കൂടുതലും ഇതേമാതിരി ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള പ്രൊസീജിയർ പോലെ തന്നെ 2 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഓറഞ്ചും ഒരു യെല്ലോ ഷെയ്ഡും ഒരേപോലെ ബ്രഷിൽ ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേമാതിരി ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ 2 ഷെയ്ഡും നമുക്ക് പെറ്റൽസിൽ കാണാൻ പറ്റും. പിന്നെ ആ പൂവിൻ്റെ മിഡിൽ പോർഷനിലും നമ്മൾ ബ്രൗൺ കളർ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, പൂവിൻ്റെ പണി കഴിഞ്ഞു. അടുത്തത് ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈൻ്റെയും ഹാഫ് പോർഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡേഴ്സ് ജസ്റ്റ് ബ്ലാക്ക് കളർ വെച്ചൊന്ന് ഫില്ല് ചെയ്യാണ്. അപ്പോൾ അതിന് ഏതെങ്കിലും തിൻ ബ്രഷ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ബട്ടർഫ്ലൈന് ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ബ്ലൂ കളറും അതുപോലെ അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഞാനൊരു അക്വാ ബ്ലൂ ഷെയ്ഡും കൂടെ അതിൻ്റെ ബോർഡറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഷെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ആയാലും കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കിട്ടും. ഞാനൊരു ഫ്ലോറസൻ കളർ കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു അക്വാ ബ്ലൂ ഷെയ്ഡ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ താഴെ നമുക്ക് വരച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു തിൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് ബട്ടർഫ്ലൈയുടെ വിങ്സിൽ ജസ്റ്റ് ഇതുമാതിരി വരച്ചു കൊടുക്കാം. ഒരു പാറ്റേൺ പോലെ നമുക്ക് വിങ്സിൽ കാണാൻ പറ്റുമല്ലോ, അത് ജസ്റ്റ് ഇതിൽ വരച്ചു കൊടുക്കാം. അടുത്തത് 2 കുഞ്ഞ് മഷ്റൂമാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മഷ്റൂം നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ റെഡ് കളർ മഷ്റൂമാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ അതിന് റെഡ് കളർ ജസ്റ്റ് കൊടുക്കുക. നടുക്ക് വൈറ്റ് പാച്ചസ് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സ്റ്റെമ്മിൽ കുറച്ച് ബ്രൗണും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. കളർ അധികം ഫില്ല് ചെയ്യണമൊന്നുമില്ല, ജസ്റ്റ് ആ പാച്ചസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് കളർ കൊടുക്കുന്നത്. പിന്നെ ഒരു വൈറ്റ് ഡോട്ട്സ് കൊടുക്കാം നമുക്ക്. മഷ്റൂമിൻ്റെ ആ ഒരു റെഡ് പോർഷൻ്റെ മുകളിൽ വൈറ്റ് ഡോട്ട്സ് കൊടുക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ലെമൺ യെല്ലോയും അതുപോലെ ലൈറ്റ് ഗ്രീനും കൊണ്ട് ഫില്ല് ചെയ്യാണ്. നിങ്ങൾക്ക് ഏത് കളറാണെങ്കിലും യൂസ് ചെയ്യട്ടെ. ഞാൻ കുറച്ച് ബ്രൈറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലൈറ്റർ ഷെയ്ഡ് കൊടുത്തത്. പിന്നെ കുറച്ച് പുല്ലൊക്കെ വരച്ചു കൊടുക്കാം. ഇനി 2 തൂവലാണ് വരയ്ക്കുന്നത്. ഇതും ഞാൻ ഓൾമോസ്റ്റ് റെയിൻബോ കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് 2 തൂവലിൽ റാൻഡംലി കളേഴ്സ് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ തൂവലിൽ ഞാൻ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും അതുപോലെ ബ്ലൂ ഷെയ്ഡ്സാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ തൂവലിൽ യെല്ലോ ഷെയ്ഡും ഓറഞ്ചും അതുപോലെ പിങ്കും വയലറ്റും ഒക്കെയാണ് കൊടുക്കുന്നത്.
മൾട്ടി കളേഴ്സ് ആവണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇന്ന കളേഴ്സ് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് സ്കെച്ച് പെൻ വെച്ചാലും ചെയ്യാവുന്നതാണ് കേട്ടോ. ആക്രിലിക് പെയിൻറ് തന്നെ വേണമെന്നൊന്നുമില്ല. സ്കെച്ചോ അതേപോലെ ക്രയോൺസോ ഓയിൽ പാസ്റ്റൽസോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ഒരു തൂവലിൻ്റെ കളറിങ് ചെയ്യാൻ പറ്റും. ഈവൻ കളർ പെൻസിൽസ് ആയാലും യൂസ് ചെയ്യാം. അടുത്തത് സ്നോ ഫ്ലേക്സാണ് വരയ്ക്കുന്നത്. അപ്പോൾ സ്നോ ഫ്ലേക്സിൻ്റെ കളറ് നമ്മൾ സാധാരണ വൈറ്റും ഗ്രേ ഒക്കെ കൊടുക്കാറ്. പക്ഷെ ഞാനിവിടെ ലൈറ്റ് ബ്ലൂവും അതുപോലെ ഡാർക്ക് ബ്ലൂവും അതുപോലെ നേരത്തെ പറഞ്ഞ അക്വ ബ്ലൂ ഷെയ്ഡുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്നോ ഫ്ലേക്സിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതും ജസ്റ്റ് റാൻഡംലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വരയ്ക്കുക. അതിന് പ്രത്യേകിച്ചൊരു പാറ്റേണൊന്നുമില്ല. നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് മാറ്റി മാറ്റി അതിനൊരു പാറ്റേൺ വരച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കളേഴ്സ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഞാനിവിടെ ഒരു ബ്ലൂവിൻ്റെ ഫാമിലിയിൽ പെടുന്ന കളേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കോളംസിന് കളേഴ്സ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഈ ബട്ടർഫ്ലൈൻ്റെ പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള 2 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ലൈറ്റ് ബ്ലൂവും ഒന്ന് ഡാർക്ക് ബ്ലൂവും. അപ്പോൾ ലൈറ്റ് ബ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഈ കോളംസൊക്കെ വരച്ചു കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റഫ് സ്കെച്ച് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ വരച്ചാലും മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ലൈറ്റ് കളറും ഒരു ഡാർക്ക് കളറുമാണ്. ലൈറ്റ് കളർ വെച്ചിട്ടാണ് ഈ റോസും കോളംസൊക്കെ വരയ്ക്കുന്നത്. ഡാർക്ക് കളേഴ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ മന്തും ഡേറ്റും ഡേയ്സും ഒക്കെ എഴുതുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐഡിയ. ലൈറ്റ് കളേഴ്സ് വെച്ചിട്ട് വരയ്ക്കുക, കോളംസും റോസൊക്കെ വരയ്ക്കുക, ഡാർക്ക് കളർ വെച്ചിട്ട് ബാക്കി എഴുത്തും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഓരോ പെയിൻറ്റിങ്സിലും അതനുസരിച്ചുള്ള കളേഴ്സ് എടുക്കുക. അപ്പോൾ അതിലുള്ള കളേഴ്സ് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാർഡിൽ ഞാൻ പിങ്ക് കളർ കൊണ്ടാണ് റോസും കോളംസൊക്കെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതാൻ എടുത്തിരിക്കുന്നത് വയലറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഞാനിവിടെ മന്ത് എഴുതി, അതുപോലെ ഡേയ്സും ഒക്കെ ഞാൻ ഇനി നമ്പറിട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 2 കളേഴ്സ് വെച്ചിട്ടും ഒരു കോൺട്രാസ്റ്റ് പോലെ മാച്ചിങ് ആവാൻ വേണ്ടിയാണ് ഈ സെയിം കളേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. കളർ പെൻസിലിൽ നിങ്ങൾക്ക് സ്കെച്ച് പെൻ കൊണ്ടായാലും യൂസ് ചെയ്യാം, അതേപോലെ ഗ്ലിറ്റർ പെൻസ് യൂസ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കഴിയുന്നതും ഈ ഒരു പെയിൻറ്റിങ്ങിനോട് സിമിലർ ആയിട്ടുള്ള 2 കളർ പെൻസിൽ എടുത്തതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഓരോ സൈഡും നമ്പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് വേറൊരു പെയിൻറ്റിങ് കണ്ടു, ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ജസ്റ്റ് 2 ഷെയ്ഡിൽ ഹാർട്ട് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈസലിൻ്റെ മോഡലുള്ള കുട്ടി സ്റ്റാൻഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഐസ്ക്രീം സ്റ്റിക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 2 വലിയ ഐസ്ക്രീം സ്റ്റിക്കും 3 ചെറിയ ഐസ്ക്രീം സ്റ്റിക്കുമാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലൂ ഗണ്ണും വേണം ഒട്ടിക്കാൻ. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഗ്ലൂ ഗണ്ണായതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ചെറിയ കുട്ടികളാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യണ്ട, ഫെവി ബോണ്ട് യൂസ് ചെയ്താൽ മതി. അതാണെങ്കിൽ ഈ ഗ്ലൂ പൊള്ളും എന്നുള്ളൊരു പേടി വേണ്ട. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിനൊരു സപ്പോർട്ടിങ് സ്റ്റാൻഡും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അവസാനത്തെ ചെറിയ പോപ്സിക്കിൾ എടുക്കുക, അത് ബാക്കിൽ ഒരു സപ്പോർട്ടിങ് സ്റ്റാൻഡായിട്ട് ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ആ പൊസിഷനിൽ തന്നെ വെക്കണം, ആ രീതിയിൽ തന്നെ വെച്ച് ഡ്രൈ ആക്കി എടുക്കണം. വൺസ് ഡ്രൈ ആയി കഴിഞ്ഞ് പിന്നെ അത് അനങ്ങില്ല, ആ ഒരു പൊസിഷൻ തന്നെ, ആ ഒരു ഷേപ്പ് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തോളൂ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കലണ്ടർ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കാം. ഈ പോപ്സിക്കിൾ കൊണ്ട് തന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കിയതുകൊണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. നമ്മുടെ കാർഡ്സും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ ഈ ഒരു ബലം തന്നെ മതി, കൂടുതൽ ബലമൊന്നും വേണ്ട നമ്മുടെ സ്റ്റാൻഡിന്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.